ഓ പാവം പോലെ ഇരിക്കുകയാണ്. എന്താ പേര്? അക്ഷര അല്ലെ? അക്ഷര. എന്താണ് ഈ ക്യാരക്ടർ? എനിക്ക് സംസാരശേഷിയും കേൾവിശേഷി ഇല്ല. അപ്പോ എന്നെ ഇവര് തട്ടിക്കൊണ്ടുപോകുന്നു. അതാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റും നമ്മള് അല്ലേ? കഥ മുന്നോട്ട് കൊണ്ടുപോകണ ആ ആളാണ്. ലീഡിങ് ക്യാരക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് പടല്ലേ സിനിമയിലേക്ക് എന്റെ അമ്മയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നത്. അപ്പൊ ആള് പരിചയപ്പെടുത്തി തന്നിട്ട് വന്നതാ. കുഴപ്പമില്ല. ഞങ്ങളൊക്കെ കട്ട കലിപ്പായിരുന്നുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു പേടി. സത്യം പറഞ്ഞ നമ്മള് വില്ലനാന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ആക്ടിങ് ഉള്ളോ. ആൾക്ക് കളരിയൊക്കെ പഠിച്ചിട്ട് നമ്മളെ അയ്യോ ലാസ്റ്റ് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്നില്ല കളരി. ചെറുതായിട്ട് പൊടിക്കളരി ഉപയോഗിച്ചിട്ടുണ്ട് ലാസ്റ്റ്. ഇപ്പൊ ഇതില് ശരിക്കും എല്ലാരും ഉപഭോഗങ്ങളാണ്. ടിറ്റോ മാത്രമേ ഉള്ളൂ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ദേവസ്വരിയായിട്ടാണോ ടിറ്റോ ആയിട്ടാണോ ആരായിട്ടാണോ? എനിക്കാണോ? എനിക്ക് ഇവരാരായിട്ടും കോമ്പിനേഷൻ സീൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഇല്ല. ചെറിയ ചെറിയ സീനുകളുള്ളൂ. പിന്നെ ഇത് വേറെ 2 ടൈപ്പിലാണ് പോണത്. വേറെ വേറെ രീതിയിൽ കഥ നടക്കണ പോലെ തോന്നും പല ആളുകളുടെ. അത് എഡിറ്റിംഗ് പാറ്റേൺ അങ്ങനെയാണ് പടത്തിന്റെ. ഒരു വെറൈറ്റി സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് ആണ്. പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഷോട്ടുകൾ കാണാൻ പറ്റും പടത്തില്. എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ എന്ന് വെച്ചിട്ട് റിസ്ക് എടുത്ത് ചെയ്യണ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാന്ന്. നമുക്ക് ഈ ഫോൺ കിടക്കുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ നമുക്ക് ഇത് മൂവ്മെന്റ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് മൂവ്മെന്റ് ഷോട്ടുകൾ ഉണ്ട്. പിന്നെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒന്നും ഇല്ലാണ്ട് ബെഡ് കിടക്ക അങ്ങനത്തെ ഒരു സാധനം ഇല്ലാണ്ട് നമ്മള് എങ്ങനെ ചെയ്യാൻ പറ്റി? അന്ന് ചെയ്തപ്പോഴും നമുക്ക് ഇത്ര എഫക്റ്റീവ് ആവുന്നു. അന്ന് ഞങ്ങൾ പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോഴാണ് നമുക്ക് അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഷനാണ് അതിനോട്. നമ്മള് അതുണ്ട് പക്ഷെ ആ സമയത്തൊന്നും നമ്മളത് ചിന്തിക്കണമെന്നില്ല. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാം. എനിക്കൊന്നും ഇതുവരെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും എന്റെ കണ്ണ് നിറഞ്ഞൊരു സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫൈറ്റിൽ വീണെടുക്കുക. അപ്പൊ ഇങ്ങനെ മുഖത്ത് വന്ന് ഇങ്ങനെ തട്ടുണ്ട്. ഡാ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ തട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഇതിക്ക് എനിക്കൊന്നും പറ്റില്ല, ഞാൻ ആക്ടിങ്ങിന്റെ അല്ലേ ഇന്നിങ്ങനെ അതിന് കിടന്നതാ. അതെ എന്താ വെച്ചാ അങ്ങനെ ഒരു സീൻ ഉണ്ടായപ്പോ എനിക്ക് എന്താ വെച്ചാൽ അത്രയും സന്തോഷമുള്ള ഒരു എന്താ പറയാ നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എനിക്ക്. അതൊക്കെ എനിക്ക് പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യങ്ങൾ മതി. നമ്മളിതൊന്നും കണ്ടറിഞ്ഞിട്ടില്ലേ, അത് കണ്ട് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് കടന്നു പോകുമ്പോ ഇനിയും സന്തോഷങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആളും അത്യാവശ്യം പ്രിപ്പയർ ആയിരുന്നു. ആള് യൂട്യൂബിലൊക്കെ മറ്റേ അല്ലല്ല യൂട്യൂബിലൊക്കെ ഇരുന്നിട്ട് മറ്റേ റൂമുകൾ സംസാരിക്കണ കോഡുകളും കാര്യങ്ങളൊക്കെ പഠിക്കണതും കാര്യങ്ങളൊക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഞാൻ എല്ലായിടത്തും ചെയ്യുന്നു. പിന്നെ ആളെനിക്ക് വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നേരം പോക്ക് എന്റർടൈൻമെന്റ് ഫാക്ടറാണ് നമ്മുടെ. എന്താ പറയാ, എല്ലാവരും ഇങ്ങനെ സാഡൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ആളതിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സെറ്റ് ആകെ മാറി, മൂഡ് മാറി എല്ലാവരും. അങ്ങനെ ഒരു പവർ ഉണ്ടായിരുന്നു. അത് ആളെ എന്താണോ അങ്ങനെ ദൈവമായിട്ട് കൊടുത്തുള്ള കഴിവാണ്. കുട്ടീനെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ തെറ്റി ചെയ്യണം. പ്രതീക്ഷിക്കുന്നു. അല്ല, ഈ പടം ഇറങ്ങിയിട്ട് നമ്മള് ഒരു ഡയറക്ടറെ അടുത്തേക്കൊക്കെ പോയി ചോദിക്കുമ്പോ നമ്മള് എന്തെങ്കിലും ചെയ്തു പടത്തിലും തലവരാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് കാണാന്ന് പറയുമ്പോ അതൊക്കെ ഭയങ്കര എന്താ പറയാ. ഇപ്പൊ ഒരു ആക്ടർക്ക് അതെങ്ങനെ ചെയ്യാ, ഡെയിലി ഇങ്ങനെ പടങ്ങൾ വരുമ്പോ അത് ആ ഹാപ്പിനെസ് എന്താന്ന് അവർക്ക് അറിയണ്ടാവില്ല. ചിലപ്പോ ഒരുപാട് ഈ പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അവര് വരാറുണ്ട് പഠിപ്പിക്കാൻ. അവസരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ അവസരങ്ങൾ ചോദിക്കാൻ ആക്ടിങ്ങിനോടല്ല മെയിനായിട്ട് താല്പര്യം, ഡയറക്ഷനാണ് താല്പര്യം. അതാണ് ഇക്കരപ്പം നടന്ന് ആ കാര്യങ്ങൾ എങ്ങനെയാണ്, മേക്കിംഗ് സ്റ്റൈൽ എന്താണ്. മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ വേറൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാൻ പോകുമ്പോഴായാലും ആ ഒരു പാറ്റേണേ അല്ല, വേറൊരു ഡിഫറെന്റ് പാറ്റേണാ. ഈ പടം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വരില്ല. അത് പടം ഒരു ത്രെഡ് വെച്ച് ഞങ്ങളുടെ ട്രാവലിങ്ങിലാണ് ഈ സ്ക്രിപ്റ്റ് ആയത് പടം.
എന്നിട്ടും അത് ആൾക്കെ പറ്റൂ. ഞാനൊക്കെ ചെയ്യുമ്പോ എനിക്ക് ഒരിക്കലും പറ്റില്ല. അത് എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, അതിന്റെ ഘട്ടങ്ങളായിട്ട് നമ്മൾ ആ വഴിക്ക് വന്ന ഇപ്പൊ കാരണം. എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ടൊക്കെ എഴുതുന്നുണ്ട്. അല്ല ആരെങ്കിലും മനസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ എങ്ങനെ സൂപ്പർ സ്റ്റാർ പടമാണോ? സ്റ്റാറിനെ അങ്ങനെ നോക്കി അങ്ങനെ അല്ല, നോക്കി ആരെങ്കിലും എടുത്ത് കഥ പറയണമെങ്കിൽ ഇപ്പൊ ക്യാമറയിലൂടെ നോക്കി പറയാം. ഇന്റർവ്യൂ കാണുമ്പോ ആരെങ്കിലും എനിക്ക് ആസിഫിക്കാരുടെ അടുത്ത് ഒരു കഥ പറയണമെന്നുണ്ട്. ആഗ്രഹമുണ്ട്. ആ. കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ആസിഫിക്കാനെ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. പിന്നെ ഒരു വിധ ആൾക്കാരൊക്കെ നമ്മൾ വരുമ്പോ പരമാവധി കാണാൻ ശ്രമിക്കും. ഋഷഭ് ഷെട്ടിനെ വരെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആരാധകനാള്. നല്ല നൈസ് എന്താ പറയാ, ലൈവ് പെർഫോമർ ആള്. മനസ്സിലുള്ളത് അതുപോലത്തെ സിനിമ, അതേപോലത്തെ സിനിമകളാണ്. കാന്താര പോലത്തെ ആ. സിനിമകളൊക്കെ. നല്ല വെറൈറ്റി സാധനങ്ങൾ. വില്ലനിൽ തന്നെ വെറൈറ്റികൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. വില്ലൻ ക്യാരക്ടർ ഇട്ട് ചെയ്യണം എന്ന് സത്യമായിട്ട് ഒരു ആഗ്രഹം ഇല്ല കേട്ടോ. എന്താ വെച്ചാ ഞാൻ ഒരു ജോക്കർ ലവറാണ്. ചെറുപ്പം തൊട്ടേ ആളുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീടിന്റെ അവിടെയൊക്കെ ചിലര് ജോക്കർ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്റെ കൂട്ടുകാർ ഫ്രണ്ട് സർക്കിളിൽ കേട്ടോ, അതായത് പുറത്തൊന്നല്ല, ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്ത് നൈസായിട്ട് ചെയ്യണം. നമ്മള് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു, അപ്പൊ അടുത്ത വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വേരിയേഷൻ കാണിക്കണം, അല്ലെങ്കിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെ വേരിയേഷൻ ചെയ്ത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാരും പോയി തിയേറ്ററിലേക്ക് എത്താൻ കാണണം, പോകുന്ന സിനിമ എല്ലാരും പോയി കാണണം, പടം ഹിറ്റാക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിന്റെ അടുത്ത് ഈ audience ആണ് തീരുമാനിക്കുന്നത്. നമ്മള് പരമാവധി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വരിക, പടം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത പടമായിട്ട് ഞങ്ങൾ വീണ്ടും വരും, അല്ലേ? അതാണല്ലോ അതിന്റെ ഒരു, നമ്മൾ ഈ സർക്കിളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പടങ്ങൾ കാണാൻ, വിജയിപ്പിക്കുക, ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ